ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നാടിനെ നടുക്കി കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അരും കൊല. യുവാവിനെ കാറടുപ്പിച്ച് കൊലപ്പെടുത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ 2 CISF ഉദ്യോഗസ്ഥരാണ്. SI വിനയ് കുമാർ, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അരുംകൊലയിൽ കലാശിച്ചത്. CISF ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിൽ അകപ്പെട്ട ഐവിൻ ജിജോയെ 1 കിലോമീറ്റർ ദൂരം കൊണ്ടുപോയ ശേഷം വഴിയിൽ ഉപേക്ഷിച്ച് കടക്കാനായിരുന്നു പ്രതികൾ ശ്രമിച്ചത്. രാത്രി 11 മണിയോടെ കാലടി തോമ്പ്ര റോഡിലാണ് ഹോട്ടൽ ഷെഫായ ഐവിൻ ജിജോയും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ കാർ തട്ടിയതിന്റെ പേരിൽ തർക്കമുണ്ടായത്. ഇതിനിടയിലാണ് CISF ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഐവിൻ CISF ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിൽ അകപ്പെട്ടു. വാഹനം നിർത്താതെ ഐവിനുമായി ഇവർ 1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ നായത്തോടുള്ള ഇടവഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയാൻ ശ്രമിച്ചു. നാട്ടുകാരിടപെട്ടാണ് പ്രതികളിൽ ഒരാളെ പിടികൂടിയത്. വണ്ടിയിൽ കയറ്റുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല, ആളെ എടുത്ത് കയറ്റാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടിയിട്ട് ഈ പാൻറ്റിൻ്റെ അവിടെ ബെൽറ്റുമേൻ ബനിയന്മേൻ പിടിച്ചുള്ളൂ. ശരീരത്തിൽ പിടിച്ചാൽ ചിലപ്പോൾ ഊരി പോരുന്ന അവസ്ഥയിലാണ്. ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരിയാണ് ഇരിക്കുന്നത്. നമുക്കത് കണ്ടാൽ സാധാരണ ഒരു മനുഷ്യനെ കണ്ടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വണ്ടി ആളെ റൂട്ടിലിട്ട് വണ്ടിമേ ഒരച്ച മാതിരി തോന്നണത് ശരീരം കണ്ടു കഴിഞ്ഞാൽ. ഐവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതികളുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ സ്വന്തം മൊബൈലിൽ പകർത്തിയിരുന്നതായി പോലീസ്. നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ CISFന്റെ SIയും അവിടുത്തെ ഒരു കമ്പനീൻ്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ CISFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്ത് കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൊടും ക്രൂരകൃത്യം നടത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും. വാഹനം ഉരസിയതിന്റെ പേരിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തുക, അതും 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ. കൊടും ക്രൂരതയുടെ മറുപേരായി മാറിയിരിക്കുകയാണ് ഈ 2 CISF ഉദ്യോഗസ്ഥർ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. കൊലപാതകത്തിന് മുൻപ് ഐവിൻ ജിജോ ക്രൂരമർദ്ദനത്തിന് ഇരയായി. മർദ്ദനത്തിൽ ഐവിന്റെ മൂക്കിന്റെ പാലം തകർന്നു. കൈയിലും ജനനേന്ദ്രിയത്തിലും ഗുരുതര പരിക്കുണ്ട്. റാഫി കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. ഒപ്പം വിഷ്ണു സുരേഷുമുണ്ട്. റാഫി, ഈ കൊലപാതകത്തിന് മുൻപ് ആ ചെറുപ്പക്കാരൻ ഗുരുതരമായ മർദ്ദനമേറ്റു. സംഘം ചേർന്ന്, അല്ലെങ്കിൽ 2 ഉദ്യോഗസ്ഥർ ചേർന്ന് അയാളെ വളരെ ഗുരുതരമായി മർദ്ദിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് പോലീസ് അറിയിക്കുന്നത് റാഫി? വിജയകുമാർ, തീർച്ചയായും ഈ കൊലപാതകത്തിന് മുൻപ് ഐവിൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നുള്ള വിവരമാണ്. ചെറിയ സാങ്കേതിക തടസ്സം, അത് പരിഹരിച്ച ശേഷം ഐവിനിലേക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്, ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ, അവിടെ അതിൻ്റെ ഭാഗമായ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മർദ്ദനം, ഗുരുതരമായ മർദ്ദനം, ഈ കൊലപാതകത്തിന് മുമ്പ് ഗുരുതരമായ മർദ്ദനം ഏറ്റു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. വിഷ്ണു സുരേഷ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഇപ്പോഴത്തെ തുടർ നീക്കങ്ങൾ? ഈ കൊലപാതകം സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു മുഴുവൻ വിവരങ്ങളും ഇതിനോടകം പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാവരും പറയുന്നത് മുൻവൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നുണ്ടായ തർക്കം അത് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നതാണ്. അപ്പോൾ പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? വിജയകുമാർ, പെട്ടെന്നുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇരുവരും തമ്മിൽ മുൻപ് അത്തരത്തിൽ വ്യക്തിപരമായ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നലെ 10 മണിയോടുകൂടി തോമ്പ്ര റോഡിലാണ് സംഭവം ഉണ്ടാകുന്നത്. ഐവിന്റെ കാറും ഈ CISF ഉദ്യോഗസ്ഥരുടെ കാറും തമ്മിൽ ഉരസുന്നു. അതിന് പിന്നാലെ ഇരു കൂട്ടരും കാറിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാകുന്നു. വാക്കുതർക്കത്തിനിടയിലാണ് ഇവർ ഈ വാഹനം ഐവിൻ തടഞ്ഞു നിർത്തിയപ്പോൾ ഐവിനെ ഇടിച്ച് ബോണറ്റിനകത്തേക്ക്
വീടിനകത്തേക്ക് ഐവിൻ അകപ്പെട്ടു പോവുകയായിരുന്നു. അവിടെ നിന്ന് ഐവിൻ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും പക്ഷേ വാഹനം നിർത്താതെ ഇവർ 1 കിലോമീറ്ററോളം തൊട്ടടുത്തുള്ള നായത്തോട് പ്രദേശം വരെ അയാളെ കൊണ്ടുപോയി എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ പ്രതി മോഹനെ പിടികൂടിയത്. മോഹൻ വളരെ അതിവിദഗ്ധമായി പോലീസിനെ കബളിപ്പിക്കാനൊരു ശ്രമം നടത്തി. അതായത് താൻ ഇന്നലെ മുതൽ ഡ്യൂട്ടിയിലായിരുന്നു, തനിക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോഹൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പതിവ് പോലെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നതിനിടയിലാണ് മോഹനെ പോലീസ് പിടികൂടിയത്. ഒരുപക്ഷെ CISFവുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ പോലീസ് കൃത്യമായി ഇടപെട്ടാണ് മോഹനെ പിടികൂടിയത്. 2 പേരെ പിടികൂടിയിട്ടുണ്ട്, മോഹനും വിനയകുമാറും. വിനയകുമാറിന് പരിക്കുണ്ട്, അയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിക്രൂര മർദ്ദനത്തിന് ഐവിൻ ജിജോ ഇരയായിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്ത് വരാനുണ്ട്. ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം 2 CISF ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകിച്ച് അവർക്ക് ഈ സുരക്ഷാ പരിശോധനാ ക്ലാസുകൾക്കൊക്കെ ഇടയിൽ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഇടപെടണം, പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാതെ എങ്ങനെ മിതമായ ആളുകളെ സേവിക്കണമെന്നൊക്കെ പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഒരു കാറ് ഉരസിയതിൻ്റെ പേരിൽ ഒരു 24-കാരൻ പയ്യനെ അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് 1 കിലോമീറ്ററോളം കാറിൻ്റെ ബോണറ്റിൽ കയറ്റി വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. ഈ നായത്തോട് ആ പ്രദേശത്ത്, അതായത് ഈ ഐവിൻ്റെ മൃതദേഹം ലഭിക്കുന്ന പ്രദേശത്ത് ഏകദേശം 20 മീറ്ററോളമാണ് ഈ കാറ് സ്കിഡായി കിടക്കുന്നത്. അതായത് ബ്രേക്ക് ചവിട്ടി 20 മീറ്ററോളം അത്തരത്തിലുള്ള പാട് അങ്ങേറ്റം വരെ കിടക്കുന്നുണ്ട്. അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ ഐവിൻ്റെ ശരീരം ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് പോലും അവർ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. കാരണം ഉരഞ്ഞു തീർന്ന രീതിയിലായിരുന്നു പകുതി ഭാഗം എന്നാണ്. അത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിനാണ് ഈ ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് കൊലക്കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട്. കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. CCTV തെളിവുകൾ തന്നെയാണ് ഇതിലേറ്റവും നിർണായകം. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ സമാഹരണം ഇതിനോടൊപ്പം തന്നെ ഫോറൻസിക് നടത്തിയിട്ടുമുണ്ട്. വിജയകുമാർ, ഈ സമയത്തിനുള്ളിൽ തന്നെ ഇത് ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. റാഫി കരീം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി ഉള്ളത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ്. അവിടെയാണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. റാഫി, ഗുരുതരമായ മർദ്ദനം അതിനു മുമ്പ് ഐവിൻ ഏറ്റിരുന്നു എന്ന വിവരമുണ്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരനെ ഇടിച്ച് വാഹനത്തിൻ്റെ ബോണറ്റിലിരുത്തി ദൂരെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ച് കടക്കാൻ ഈ പ്രതികൾ ശ്രമിച്ചത്. ഒരു ആസൂത്രിത കൊലപാതകം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളതെല്ലാം ഇതിനോടകം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ പരിക്കുകളൊക്കെ സംബന്ധിച്ച് റാഫി? വിജയകുമാർ, ഇപ്പോൾ ഐവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുവേണ്ടി ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടത് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു മർദ്ദനത്തിന് ഈ ഐവിൻ ഇരയായി എന്നുള്ളതാണ്. ഐവിനെ സാരമായി പരിക്കേൽക്കുന്ന നിലയിൽ ക്രൂരമായി തന്നെ മർദ്ദിച്ചു ഈ പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. ഐവിൻ്റെ മുഖത്ത് ഇവർ കൈകൊണ്ട് ഇടിച്ച പാടുകളുണ്ട്. ഈ മർദ്ദനത്തിൽ ഐവിൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നിട്ടുണ്ട്. വലിയ തോതിൽ ഈ പാലം തകർന്നുകൊണ്ട് വലിയ തോതിൽ രക്തം വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഐവിൻ്റെ ശരീരത്തിലും ഗുരുതരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഐവിൻ്റെ കയ്യിൽ ഗുരുതരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഐവിൻ്റെ കൈ ഇവർ പിടിച്ച് തിരിച്ചൊടിച്ചു എന്നുള്ള രീതിയിൽ ആ നിലയിലുള്ള പരിക്കുകൾ ഐവിൻ്റെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഈ കാറിൻ്റെ ബോണറ്റിൽ കയറ്റി ഐവിനെ ജീവനോടുകൂടി ഇവർ കൊണ്ടുപോകുമ്പോൾ ഗുരുതരമായ പരിക്ക് ഐവിൻ്റെ ശരീരത്തിലേറ്റിട്ടുണ്ട്. ഐവിൻ്റെ ജനനേന്ദ്രിയത്തിലും ഒപ്പം തന്നെ കാലുകൾക്കുമെല്ലാം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കാറിലിരുത്തിയുള്ള ഈ യാത്ര ഇതിലെല്ലാം ചെയ്യുമ്പോൾ ഐവിന് ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ര ക്രൂരമായ മനോഭാവത്തോടു കൂടി അത്ര ക്രൂരമായി തന്നെയാണ് ഈ ഐവിന് മർദ്ദനമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ആസൂത്രിതമായി ഒരാളെ ടോർച്ചർ ചെയ്ത് കൊല ചെയ്തു എന്ന രീതിയിൽ ആ നിലയിലുള്ള മനോഭാവമാണ് ഈ പ്രതികൾക്കുള്ളത് എന്നുള്ളതാണ് ഈ മർദ്ദനത്തിൻ്റെ വിവരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ കുടുംബവുമായും ഒപ്പം തന്നെ ഐവിന് സുഹൃത്തുക്കളുമായെല്ലാം സംസാരിച്ചിരുന്നു. 10 മണിക്കായിരുന്നു ഐവിന് കാഫ്സിലെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഈ ഡ്യൂട്ടിക്ക് കയറുന്നതിന് വേണ്ടിയാണ് ഐവിൻ വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെടുന്നത്. ഇതിനിടയിലുണ്ടായ ചെറിയ ഒരു അപകടവും അതിന് ഒപ്പമുണ്ടായ ഒരു തർക്കവും അതാണ് ഒരു 24 വയസ്സുകാരൻ്റെ അരുംകൊലയിലേക്ക് ക്രൂരമായി മർദ്ദിച്ചുള്ള അരുംകൊലയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഈ കുടുംബങ്ങളിൽ നിന്നും ഒപ്പം തന്നെ സുഹൃത്തുക്കളിൽ നിന്നും പോലീസിൽ നിന്നുമെല്ലാം പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ റാഫി, എന്തായാലും കേൾക്കുമ്പോൾ തന്നെ
വല്ലാതെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. എത്ര ക്രൂരമായ മർദ്ദനം അയാൾ കേട്ടിരുന്നു, ഐവിന് ഏറ്റിരുന്നു എന്നതിൻ്റെ വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം കൊണ്ടുവരും. റാഫിക് കരീം വിവരങ്ങൾ നൽകിയത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നാണ്. വിഷ്ണു സുരേഷാണ് പോലീസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പോസ്റ്റൽ വോട്ടിൽ ക്രമക്കേട് കാണിച്ചുവെന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഗുരുതരമായ നിയമലംഘനമാണ് നടന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു, അല്പസമയത്തിനകം ഇതിന്റെ മറ്റു വിവരങ്ങൾ അറിയിക്കാം, ഒരു വാർത്താക്കുറിപ്പ് നൽകാമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു നടപടിയാണ് എന്ന് വ്യക്തമാക്കുകയും തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് തുടർ നടപടികൾ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, 1989 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകളിൽ കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ ജി സുധാകരനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ആ വാർത്തയെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നതാണ് നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗുരുതരമായ നിയമലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ തപാൽ വോട്ടുകൾ വളരെ നല്ല മികച്ച രീതിയിൽ സുതാര്യമായാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്ത് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ ഗുരുതരമായ നിയമലംഘനമാണ് എന്നും സുധാകരനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ്, അതായത് ജില്ലാ കളക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നത്. അതായത് ഈ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തി എന്നത് 1951 ജനപ്രാതിനിധ്യ നിയമം 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകളും 61 തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കും ഈ ഭാരതീയ ശിക്ഷാ സംഹിതയ്ക്കും എതിരാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ നിയമലംഘനമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് വാർത്താക്കുറിപ്പിലൂടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ FIR ഇട്ട് കേസെടുക്കുവാനും വിശദമായ അന്വേഷണം നടത്തി അടിയന്തര നടപടി സ്വീകരിക്കാനുമാണ് നിലവിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, അതായത് ജില്ലാ കളക്ടർക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ജി സുധാകരന്റെ പ്രസ്താവന രാവിലെ മുതൽ തന്നെ വലിയ വിവാദമായിരുന്നു. മാത്രമല്ല ഈ വെളിപ്പെടുത്തലിനോ അപ്പുറം ഒരു വെല്ലുവിളിയായി തന്നെയാണ് ജി സുധാകരൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. കാരണം 89 തിരഞ്ഞെടുപ്പിൽ ഈ തപാൽ വോട്ടുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയും ഞങ്ങൾ തുറന്ന് അതിൽ തിരുത്തൽ വരുത്തിയെന്ന് ജി സുധാകരൻ പറയുന്നു. ഇതിന്റെ പേരിൽ തനിക്കെതിരെ കേസെടുത്താൽ പോലും ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു വെല്ലുവിളി കൂടി ജി സുധാകരന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടായിരുന്നു ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടു കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വിഷയത്തെ കാണുന്നതും അടിയന്തര നടപടി സ്വീകരിക്കാൻ, അതായത് FIR രജിസ്റ്റർ ചെയ്ത കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിജയകുമാർ. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ 1951 ജനപ്രാതിനിധ്യ നിയമം 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകളും 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത ഇതിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നു. തന്നെയുമല്ല, തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. അത് FIR ഇട്ട് കേസെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടു എന്നതടക്കം ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേസെടുക്കാനാണ് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്താണ് സുധാകരൻ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. NGO യൂണിയന്റെ പരിപാടിയിലായിരുന്നു, ആ വേദിയിലായിരുന്നു ആ വിവാദ പ്രസംഗം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് കേൾക്കാം. ഒരുപാട് പോസ്റ്റർമാരുണ്ട് സാറിന്. അപ്പോൾ എല്ലാം ദേശീയാസത്തിൽ ഞങ്ങൾ ഒട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായോ? അതൊക്കെ തെറ്റായ കാര്യം. NGO യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല നിങ്ങളുടെ സംഘടനയ്ക്ക്. ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ചേരാം. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല.
എന്ത് കാര്യം എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ ഒട്ടിക്കും, ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല, തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ദേവദാസിൻ്റെ, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ ഇട്ടു. എൻ്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അത് കേസായിട്ടുണ്ട്. എന്താണ് FIR രജിസ്റ്റർ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചു, അതിന് കൂട്ടുനിന്നു, അതിന് ശ്രമിച്ചു എന്നതാണ് ഗൗരവമുള്ള വകുപ്പുകൾ തന്നെ ചുമത്താനും നിർദ്ദേശം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ ചില പ്രതികരണങ്ങളിലേക്കാണ്. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ കുടുംബം അല്പസമയം മുമ്പായിട്ട് 24-നോട് പ്രതികരിച്ചത്. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ഐവിൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതാണ്. മുൻപ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി ഈ CISFകാരുമൊക്കെയായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നും കുടുംബാംഗങ്ങൾ 24-നോട് പറഞ്ഞു. ഒരിക്കലും കൊന്നിടണ്ടായിരുന്നു. അവർക്ക് എന്തോരു ദേഷ്യം ഉണ്ടായാലും അവർക്ക് ദേഷ്യം ഉണ്ടായാലും എൻ്റെ കൊച്ചിൻ്റെ കാലോ കയ്യോ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. കൊല്ലണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ മോനാ ഉള്ളത്. അവന് സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാറ് വരെ കൊടുത്തു വിടുന്നത്. പട്ടി വട്ടം ചാടി ബൈക്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതിനാണ് കാറ് കൊടുത്തു വിടുന്നത്. എന്നിട്ട് പോലും ഇവർ എൻ്റെ പപ്പ മിലിറ്ററിയാണ്, എൻ്റെ രാജ്യം സംരക്ഷിച്ചതാണ്. എന്നിട്ട് എൻ്റെ മകനെ കൊച്ചുമോന് അവർ കൊന്ന് ബോണറ്റ് കെട്ടിയിരുത്തിയില്ലേ, അതിൻ്റെ ഒരു പാവം ആ കൊച്ചു ചെയ്തിട്ടില്ല, ഞങ്ങളും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ആരെയും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. എടുക്കുമോ ഞങ്ങളോട് ദേഷ്യപ്പെടുകയോ അത് 1 മിനിറ്റ് നേരത്തേക്കുള്ള അത് കഴിയുമ്പോൾ തീരും. അങ്ങനെയാണ്. അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യരോടും ഒരു രീതിയിലും ഒരു ഇതുമില്ല. എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ കൂട്ടുകാരില്ല എന്നാണ് പറഞ്ഞത്. ഉള്ള കൂട്ടുകാരാണ്, അത് 4-5 പേരെ കാണുള്ളൂ. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അവൻ അന്നേരം എന്നോട് പപ്പ ഇവർ കള്ളു കുടിക്കുന്നവരോ അങ്ങനത്തെ ഒരാൾക്കാരും അല്ല, ഇവിടെ ഒരു കുളമുണ്ട്, അവിടെ കുളിക്കാനായിട്ട് അവരിവിടെ മിക്കപ്പോഴും വരാറുണ്ട്, പോകാറുണ്ട്. ഐവിൻ ജിജോയും പ്രതികളും തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നാണ് സുഹൃത്തുക്കളും പറഞ്ഞത്. പ്രതികളും ഐവിനും പരസ്പരം കാണേണ്ട സാഹചര്യമില്ല. 7 മാസമായി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഷെയർ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവരായിട്ടുള്ള ഇതില്ല. ഞങ്ങൾ വേറെ കമ്പനി ഇതായതുകൊണ്ട് അവരായിട്ടുള്ള ഇതില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്ന ഇതില്ല. കാരണം അവരെ ഞങ്ങൾക്ക് പരിചയമില്ല, അവരായിട്ടുള്ള കോൺടാക്ട് ഞങ്ങൾക്ക് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടൊരു ഇതാണ്. എല്ലാവരും പെട്ടെന്ന് കമ്പനിയാവും, അതൊരു ഫ്രണ്ട്സിനെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി അങ്ങനെ ഒരു ഇതാണ്. ഞാനിപ്പോൾ ഒരു 6-7 മാസമായി കാണാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഇതിൽ നല്ലൊരു ഇതായിരുന്നു, പാവമായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ അതൃപ്തി പരസ്യമാക്കി K. സുധാകരൻ. തന്നെ മാറ്റിയതിനു പിന്നിൽ സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ സംഘടനാ പോരായ്മ എന്ന് നിരന്തരം AICC അറിയിച്ചുവെന്നും K. സുധാകരൻ. നമ്മൾ നെടുമ്പാശ്ശേരിയിലേക്കാണ് പോകുന്നത്. അവിടെ CISF ഉദ്യോഗസ്ഥർ 2 ഉദ്യോഗസ്ഥരെ പോലീസ് ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കാനായിരിക്കാം, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായിരിക്കാം കൊണ്ടുപോകുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഒരു SI ഉൾപ്പെടെ 2 പേരെയാണ് യുവാവിനെ വാഹനമിടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്തിരുന്നത്. 2 പേരും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഇവരെ വൈദ്യപരിശോധനയ്ക്കും കോടതിയിൽ ഹാജരാക്കുന്നതിനുമൊക്കെയായി പുറത്തേക്ക് ഇറക്കിയതാണോ? വിജയകുമാർ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയാണ് കേസിലെ 2ാം പ്രതി എന്ന് കരുതുന്ന മോഹനെ ഇപ്പോൾ പുറത്തിറക്കിയത്. ഇയാൾ CISF കോൺസ്റ്റബിൾ ആണ്. ഇയാൾക്കൊപ്പം 1ാം പ്രതി വിനയ്കുമാർ, അയാൾ ഇപ്പോഴും അങ്കമാലി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാൾക്ക് ഇന്നലെ ഈ അപകടത്തിന് ശേഷം നാട്ടുകാരുടെ പക്കൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക. അതിനുശേഷം അയാളെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുവരെ കേസിൽ 2 പ്രതികൾ മാത്രമാണുള്ളത്. കൂടുതൽ പ്രതികൾ ഇല്ല. കാരണം ഇത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ 2 കൂട്ടർ തമ്മിലുണ്ടായ പ്രശ്നം എന്ന രീതിയിൽ തന്നെയാണ് FIR രാവിലെ രജിസ്റ്റർ ചെയ്തത്. തുടരന്വേഷണത്തിലും മറ്റു വിവരങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിന് കൂടുതലായി ആയിട്ടില്ല. ഈ ഐവിൻ ജിജോയെ കാറ് തട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ മർദ്ദിക്കുകയും പിന്നീട് കാറിൻ്റെ ബോണറ്റിൽ
ഇടിച്ച് കയറ്റി അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്യുകയും റോട്ടിൽ വലിച്ചിഴക്കുകയും ചെയ്തതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2 CISF ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 പേർക്കെതിരെയും കൊലക്കുറ്റം നിലനിൽക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല, കൃത്യമായ കരുതൽക്കൂട്ടൽ, അതായത് ഒരു ക്രൈം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മർഡർ നടക്കാൻ നേരത്തെ അതിൽ 3 കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക: നോളജും ഇന്റൻഷനും പ്രിപ്പറേഷനും. ഇതിൽ നോളജും ഇന്റൻഷനും വളരെ ക്ലിയറായി തന്നെ ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കൊലക്കുറ്റം തന്നെ, ഹിറ്റ് ആൻഡ് റണ്ണിന് അപ്പുറത്തേക്ക് കൊലക്കുറ്റം തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചതും ആ വകുപ്പിടുകയും ചെയ്തത്. ആ പശ്ചാത്തലത്തിലാണ് 2 പേരുടെ അറസ്റ്റ് വേഗത്തിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തത്. തെളിവുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. വിജയകുമാർ. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് CISF കോൺസ്റ്റബിൾ മോഹനാണ്. ഇയാളെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. മറ്റൊരു വിനയ് കുമാർ എന്നൊരു SI ആണുള്ളത്. അയാൾ ചികിത്സയിലാണ്. അയാളെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മോഹനെ ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. അയാളെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയതാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ടിലേക്ക് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ അതൃപ്തി പരസ്യമാക്കി K. സുധാകരൻ. തന്നെ മാറ്റിയതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ സംഘടനാ പോരായ്മ എന്ന് നിരന്തരം AICC അറിയിച്ചെന്നും K. സുധാകരൻ തുറന്നടിച്ചു. കേരളത്തിന്റെ ചുമതല തനിക്ക് ലഭിച്ചാൽ വലിയ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. K. സുധാകരനെ കേട്ടും അനുനയിപ്പിച്ചുമാണ് നേതൃമാറ്റ തീരുമാനത്തിൽ എത്തിയതെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളെ അപ്പാടെ തള്ളുന്നതാണ് ഈ തുറന്നു പറച്ചിൽ. തനിക്ക് നിരാശയുണ്ട്, അത് മറച്ചുവെക്കുന്നില്ലെന്ന് K. സുധാകരൻ 24-നോട്. എനിക്ക് നിരാശയുണ്ട്, സ്വാഭാവികം. ഇതിനെ മറച്ചു വെക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ആളുകളെയൊന്നും കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ശത്രുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില നേതാക്കൾ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ നീക്കങ്ങൾ നടത്തി. കേരളത്തിൽ സംഘടനാപരമായി ഇല്ലാത്ത പ്രശ്നങ്ങൾ AICC നേതൃത്വത്തിന് മുന്നിൽ നിരന്തരമായി അവതരിപ്പിച്ചെന്നും K. സുധാകരൻ തുറന്നടിച്ചു. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടിയ അഭിപ്രായങ്ങൾ. സംസ്ഥാനത്ത് സജീവമായി നിൽക്കുകയാണ് തന്റെ ലക്ഷ്യം. വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിന്റെ ചുമതല തനിക്ക് ലഭിക്കുമെന്നാണ് സൂചനയെന്നും K. സുധാകരൻ സൂചിപ്പിച്ചു. പാർട്ടി ഏൽപ്പിച്ചാൽ ഞാൻ എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. I got it from outside of party leaders. ഏത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ തട്ടിമാറ്റി പോകാനുള്ള നട്ടെല്ല് എനിക്കുണ്ട്. കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തനിക്ക് ഇടപെടാൻ സാധിക്കുമെന്നാണ് സുധാകരന്റെ പ്രതീക്ഷ. അരുൺ പൂപ്പറമ്പ, 24, കണ്ണൂർ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പരസ്യ അതൃപ്തി പ്രകടിപ്പിച്ച K. സുധാകരന്റെ പ്രതികരണത്തിന് മറുപടി പറയേണ്ടതില്ല എന്ന് നേതൃതലത്തിൽ ധാരണ. സുധാകരന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെയും നിലപാടിൽ ഇത് വ്യക്തവുമാണ്. K. മുരളീധരൻ മാത്രമാണ് K. സുധാകരനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ചിരുന്ന K. സുധാകരന് നേതൃമാറ്റത്തിൽ അതൃപ്തിയുണ്ടെന്ന് നേതൃത്വത്തിന് അറിവുള്ള കാര്യമാണ്. എന്നാൽ മാധ്യമങ്ങളിലൂടെ അത് പരസ്യമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന ഹൈക്കമാൻഡ് ആഹ്വാനമുള്ളതിനാൽ സുധാകരന് മറുപടി പറഞ്ഞ് പ്രശ്നം വഷളാക്കാൻ പുതിയ നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല. വലിയ അതൃപ്തിയില്ല. ഞാൻ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. താനാണ് വരുന്നതെങ്കിൽ ഞാൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ നല്ല വാക്കുകൾ. ഞാൻ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണ്, പലർക്കും അത് അറിയില്ലെങ്കിൽ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണെന്നാണ് K. സുധാകരൻ പറഞ്ഞത്. K. സുധാകരന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതി ജനിപ്പിക്കാൻ മുതിർന്ന നേതാക്കളും തയ്യാറല്ല. അത്തരം കാര്യങ്ങളിലൊന്നും പരസ്യമായി പ്രതികരിക്കാൻ ഞാനില്ല. ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. എന്നാൽ K. സുധാകരനെ മാറ്റുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന K. മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നു. ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. K. സുധാകരന്റെ പരസ്യ പ്രതികരണത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് സ്വീകാര്യത കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാൽ KPCC തലത്തിൽ നടക്കുന്ന അഴിച്ചുപണിയുടെ താളം തെറ്റിക്കാൻ ചില നേതാക്കൾ സുധാകരനെ മുൻനിർത്തി നടത്തുന്ന നീക്കമായാണ് പുതിയ സംഭവവികാസങ്ങളെ നേതൃത്വം നിരീക്ഷിക്കുന്നത്. 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മലപ്പുറം കാളികാവ് കല്ലാമൂല സ്വദേശി ഗഫൂറിനെയാണ് കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. വന്യജീവി ശല്യം പതിവായിട്ടും വനംവകുപ്പിന് ഗുരുതര അനാസ്ഥ എന്നാരോപിച്ച് സ്ഥലത്തു നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്ന് പുലർച്ചെ അടയ്ക്കാക്കുണ്ട് പാറശ്ശേരി റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് ഗഫൂറിന് നേരെ കടുവ ആക്രമണം. പുറകുവശത്തിലൂടെ ചാടി വീഴുകയായിരുന്നു. സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ചില ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. കൂടെ ടാപ്പിംഗ് നടത്തിയ സമദ് വിവരം പറഞ്ഞപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. പ്രദേശത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം. അവിടെ കൂട് വെക്കണം എന്നാവശ്യപ്പെട്ടാണ്. പക്ഷേ ഈ നിമിഷം വരെ
അവിടെ കൂട് വെക്കാനോ ക്യാമറ വെക്കാനോ വേണ്ട നടപടി സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. കുറച്ച് ആഴ്ചകളായിട്ടുള്ളൂ കടുവനെ കണ്ടിട്ട്. എന്ത് നടപടി അതിലുണ്ടായത്? ഇതിനെ പിടികൂടോളം കൂട് വെച്ചിട്ടില്ല. അത് അതിൻ്റെ വഴിക്ക് പോയി. നാട്ടുകാർ പേടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. ഇനിയും കടുവൻ്റെ ഇതവിടെ വരും. കേരളം അവിടെ കുറച്ചപ്പുറത്താണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യമാണ് ഇവിടെ ഉണ്ടായത്. ഈ ഏരിയയിലാകെ ഈ പ്രശ്നങ്ങളുണ്ട്. മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ അത് പ്രയാസങ്ങളുണ്ട്. നാട്ടുകാർ കറക്റ്റായിട്ട് ഇതിനുള്ള മറുപടി ലഭിക്കണം. കാരണം പലപ്പോഴായിട്ട് ഇവിടെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ ഭീതി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളൊരു പരിഹാരം സർക്കാർ തലത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പ്രദേശത്ത് സൗത്ത് DFO ധനിക് ലാലും സംഘവും എത്തി. കടുവയെ പിടിക്കുന്ന കാര്യത്തിലും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിൽ നാട്ടുകാർ. മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും തീരുമാനം. MLA AP അനിൽകുമാറും സ്ഥലത്തെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും പലപ്പോഴും വലിയ സംഘർഷാവസ്ഥയിലേക്കും പോലീസും നാട്ടുകാരുമായുള്ള ഉന്തും തള്ളിലും കലാശിച്ചു. 14 ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും കടുവയെ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നും DFO എഴുതി നൽകി. അടിയന്തരമായി വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകുവാനും നിർധന കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിച്ച് ടിയാന്റെ ആശ്രിതർക്ക് സർക്കാരിൽ നിന്ന് സ്ഥിരം ജോലി നൽകുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ നൽകുന്നതാണെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഗഫൂറിന്റെ ആശ്രിതർക്ക് സർക്കാർ താൽക്കാലിക ജോലി ഉടൻ നൽകും. കടുവ ആക്രമണം നടന്ന കാളികാവിലേക്ക് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടു. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളും എത്തും. 24 മലപ്പുറം. ഇപ്പോൾ വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ കാളികാവിൽ എത്തുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. വനംവകുപ്പ് ഉറപ്പുകൾ എഴുതി നൽകിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ട് എങ്കിൽ പരിശോധിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു തവണ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ഇവിടെ നടത്തിയിരുന്നു. പിന്നീട് സാന്നിധ്യം ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജാഗ്രത കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇനിയിപ്പം നമ്മളവിടെ കടുവയെ പിടികൂടാൻ കൂടുവെക്കുക മാത്രമല്ല കുങ്കിയാനകളുടെയും മറ്റുള്ളവരെയും സഹായം അവിടെ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദഗ്ധന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ട്. പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടും അവിടുത്തെ MLAയുമായി ഞാൻ സംസാരിച്ചു. ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ആ പ്രദേശത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് അതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കും. കാളികാവിൽ നിന്ന് വിപിൻ C വിജയനും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് സമീർ ബിൻ കരീമും വിശദാംശങ്ങൾ നൽകും. വിപിൻ, അവിടുത്തെ പ്രതിഷേധം അവസാനിച്ചല്ലോ. ഈ ഉറപ്പുകൾ എഴുതി നൽകി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കടുവയുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ട്, അത് തുടരും എന്നത് തന്നെയാണ്. അപ്പോൾ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുന്നതിൽ വനംവകുപ്പ് നടപടിയെടുത്തില്ല, ഒരു കൂട് വയ്ക്കുന്നതിൽ നടപടിയെടുത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ഈ കടുവയെ കണ്ടെത്തുക, അതിനെ പിടികൂടുക എന്നതാണല്ലോ പ്രധാനപ്പെട്ടത്. അതിലേക്കൊക്കെ വനംവകുപ്പ് പോയിട്ടുണ്ടോ? വിജയകുമാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായി തന്നെ ഇവിടെ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് പലതവണ നാട്ടുകാർ കണ്ടതാണ്. ഒരു തവണ RRTയുടെ മുൻപിൽ തന്നെ ഈ കാളികാവ് പ്രദേശത്ത് നിന്ന് ഇതുപോലെ തന്നെ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കടുവ അവരുടെ മുന്നിൽ പെട്ടതാണ്. പക്ഷേ അതിനെ പിടികൂടാൻ എന്തുകൊണ്ട് പിന്നീട് ഒരു ശ്രമങ്ങൾ ഉണ്ടായില്ല, ഒരു ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ പ്രധാനമായും ചോദിക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഏറ്റവും മൂല കാരണവും. കാരണം ഇന്ന് ഇപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ അത് കവരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ മാത്രം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ വരുന്നു, മറ്റ് ജനപ്രതിനിധികൾ വരുന്നു, ഇക്കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നേരത്തെ എന്തുകൊണ്ടായില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധം അത്രത്തോളം വലിയൊരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോവുകയും ചെയ്തത്. ഉറപ്പുകൾ എഴുതി നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. അങ്ങനെ ഉറപ്പുകളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. 25 അംഗ സംഘമാണ് ഇനി ഈ കടുവയെ പിടികൂടാൻ വേണ്ടി ഇപ്പോൾ കാളികാവിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനെ
മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കുങ്കിയാനകളും അല്പസമയത്തിനകം തന്നെ കാളികാവിലേക്ക് എത്തും. പക്ഷേ അതിന് പിടികൂടുക എന്നുള്ളത് തീർത്തും ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ മുകളിലേക്ക് ഒരു ചെങ്കുത്തായ കയറ്റങ്ങളാണ്. അപ്പോൾ കുറച്ച് വെല്ലുവിളി ഏറെയുമുണ്ട്. പക്ഷേ ഇതിനെ പിടികൂടുന്നത് വരെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സംഘം ഇവിടെ കേന്ദ്രീകരിക്കുമെന്നുള്ള ഉറപ്പുകൂടി DFOയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. 14 ലക്ഷം രൂപ, അതിലെ ആദ്യത്തെ ഗഡു 5 ലക്ഷം നാളെ തന്നെ ഗഫൂറിന്റെ കുടുംബത്തിന് നൽകും. ആദ്യം താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്രിതർക്ക് താൽക്കാലിക ജോലി, അതിന് കഴിഞ്ഞ് സ്ഥിരമായിട്ട് ജോലി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ആ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിക്കാൻ പോലും വനം വകുപ്പ് ഇതിനു മുൻപ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ എത്തി അതിൽ സംസാരിക്കുകയും ചർച്ച ചെയ്തതിന് ശേഷമാണ് നാട്ടുകാരുമായി ചെറിയൊരു സമവായത്തിലെങ്കിലും എത്തിയത്. അല്പസമയത്തിനകം തന്നെ വനം വകുപ്പിന്റെ ആ വലിയ സംഘം എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കടുവ ഇവിടെ ഇതിനു മുൻപ് ആടുകളെയൊക്കെ കടിച്ചു കൊന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചിരിക്കുന്നത്. വിജയകുമാർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കാളികാവിൽ നിന്ന്. വിപിൻ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാർ ഉന്നയിക്കുന്ന വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് അതേ നിലയിൽ അഡ്രസ്സ് ചെയ്യുമോ വനം വകുപ്പ് എന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ ചില നടപടികൾ എടുത്ത് തൽക്കാലം തടി തപ്പാൻ ശ്രമിച്ചാലും ആ പ്രശ്നം അത് പ്രശ്നമായി തന്നെ തുടരും. സമീർ ബിൻ കരീം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. സമീർ, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയോ? എന്താണ് ആശുപത്രിയിലെ വിവരങ്ങൾ? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഗവർണറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഇതിനകത്താണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാളികാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ഏതാണ്ട് 1.5 മണിക്കൂറകം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഈ അടക്കമുള്ള ചടങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വൈകുന്നേരത്തോടു കൂടി ഈ കാളികാവ് കല്ലാമൂല ജുമാ മസ്ജിദിലായിരിക്കും ഈ കബറടക്കം നടക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം കഴിയുന്നതനുസരിച്ച് സമയക്രമം തീരുമാനിക്കാനാണ് നിലവിൽ ബന്ധുക്കളുടെ തീരുമാനം. വളരെ ദയനീയമായ ഒരു കുടുംബ പശ്ചാത്തലമാണ് ഈ ഗഫൂറിൻ്റെത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. 6 മാസം മുൻപ് വരെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. ഏതാണ്ട് 6 മാസം മുൻപ് മാത്രമാണ് ഒരു ചെറിയ വീട് അദ്ദേഹം പണിയുകയും ആ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തത്. അങ്ങനെ അതിൻ്റെയൊക്കെ തന്നെ ഒരു സന്തോഷത്തിലേക്ക് കുടുംബം കടക്കുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ദാരുണമായ ഈ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റുള്ളവരുമൊക്കെ തന്നെ നിലവിൽ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് ഏതാണ്ട് 2 വർഷം മുൻപ് മാത്രം മരിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉമ്മയാണെങ്കിൽ ഇവരുടെ ഗഫൂറിൻ്റെ മാതാവാണെങ്കിൽ ഈ സ്ട്രോക്ക് വന്ന് വയ്യാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ വളരെ ദയനീയമായ പശ്ചാത്തലത്തിൽ കഴിയുന്ന ഒരു ഗഫൂറിനാണ് ഇത്രയും വലിയൊരു ദാരുണമായൊരു ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം. ഏതായാലും നിലവിൽ ഈ ഇൻക്വസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പൂർത്തിയായ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തി ഉടൻ തന്നെ അതിവേഗത്തിൽ തന്നെ കൊണ്ടുപോയി പൊതുദർശനത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ഈ സംസ്കാര ചടങ്ങുകളിലടക്കം കടക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിജയകുമാർ. വിപിൻ സി വിജയനും സമീർ ബിൻ കരീമുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാർ വനത്തിനുള്ളിൽ വനം വകുപ്പ് വാച്ചർമാർക്ക് നേരെ കാട്ടാന ആക്രമണം. ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ 4 കടകൾ തകർത്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. ഇന്ന് പുലർച്ചെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയകനാലിന് സമീപം പുതുപ്പരട്ടിൽ ചക്കക്കൊമ്പൻ കാട്ടാന ഇറങ്ങിയത്. 4 വഴിയോര കടകൾ തകർത്തു. ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ RRT എത്തി തുരത്തി. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കണ്ണൻകുഴി സ്വദേശി രാജുവിന്റെ വീട് ഭാഗികമായി തകർത്തു. ആക്രമണം നടക്കുമ്പോൾ രാജുവിന്റെ ഭാര്യയും 2 പെൺമക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കാട്ടിൽ നിന്ന് ചാലക്കുടി പുഴ കടന്നാണ് കാട്ടാന എത്തിയത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തൃശൂർ വാണിയമ്പാറ, പ്ലാക്കോട്, കച്ചിത്തോട്, കാട്ടാനക്കുട്ടി ചെളിക്കുഴിയിൽ കുടുങ്ങി. ആനയെ കാണാൻ പറ്റുന്നുണ്ട്. തിരുവനന്തപുരം നെയ്യാർ വനത്തിനുള്ളിൽ വനം വകുപ്പ് വാച്ചർമാർക്ക് നേരെയും കാട്ടാന ആക്രമണമുണ്ടായി. ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആനയെ കണ്ട് ഭയന്നോടിയ കോലിയേക്കോട് സ്വദേശി ബിനുവിന് വീണു പരിക്കേറ്റു. 24 ഇടുക്കി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ തമിഴ്നാട് ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം വിനിയോഗിച്ചാണ് രാഷ്ട്രപതിയുടെ ഈ നീക്കം. തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നിർണായക നീക്കം. ഭരണഘടനയുടെ 143(1) അനുച്ഛേദം പ്രകാരമുള്ള അധികാരമാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത്.
ഭരണഘടനയുടെ 200, 201 അനുച്ഛേദ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് രാഷ്ട്രപതി കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടി. ബില്ലുകൾ ഗവർണർക്ക് ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200 അനുച്ഛേദ പ്രകാരം മുന്നിലുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ? 200, 201 അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിയും ഗവർണറും ഭരണഘടനാപരമായ വിവേചനാധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ചോദിച്ചത്. ബില്ലുകൾ നിയമമാകുന്നതിന് മുൻപ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ എന്നും രാഷ്ട്രപതി ചോദിച്ചു. പുനഃപരിശോധനാ ഹർജി നൽകിയാൽ വിധി പ്രസ്താവിച്ച അതേ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്നതിനാലും അനുകൂല വിധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുമുള്ള കേന്ദ്ര സർക്കാർ വിലയിരുത്തലിനിടെയാണ് രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. 24 ഡൽഹി. ജമ്മു കാശ്മീരിലെ ത്രാലിൽ ഭീകരർക്ക് നേരെ വീണ്ടും സൈനിക നടപടി. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. മേഖലയിൽ കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സംശയമുണ്ട്. ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിർത്തി കടന്നുള്ള ഭീകരത വെച്ചുപൊടുപ്പിക്കില്ലെന്നും പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ऑपरेशन सिंदूर सिर्फ एक ऑपरेशन का नाम भर नहीं है, बल्कि यह एक हमारी प्रतिबद्धता है, यह हमारा एक कमिटमेंट है. एक ऐसी प्रतिबद्धता जिसमें भारत ने दिखा दिया कि हम सिर्फ डिफेंस नहीं करते हैं, जब वक्त आता है तो हम कठोर निर्णय भी लेते हैं और कठोर कार्रवाई भी करते हैं. ത്രാലിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ? കൊല്ലപ്പെട്ട ഭീകരർ ആരൊക്കെയാണ് എന്നതിൽ ഒരു നേരത്തെ ജമ്മു കാശ്മീർ പോലീസ് പറയുന്നുണ്ടായിരുന്നു, അതിൽ ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം നൽകാമെന്ന്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം ത്രാലിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? വിജയകുമാർ, ഓപ്പറേഷൻ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 12 മണിയോടെ തന്നെ ഓപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്ട് 8 മണിക്കൂറോളം നീണ്ട ഓപ്പറേഷനിലാണ് 3 ഭീകരവാദികളെ വധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഗ്രൂപ്പും ഒപ്പം തന്നെ CRPFും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. ഇപ്പോഴും ഈ മേഖലയിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ആ വീട്ടിൽ പരിശോധനകൾ നടക്കുകയാണ്. വലിയ ആയുധ ശേഖരം തന്നെ, സ്ഫോടക വസ്തു ശേഖരം തന്നെ ഭീകരവാദികളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട 3 പേർ കൊല്ലപ്പെട്ടതായും ഓപ്പറേഷൻ പൂർത്തിയായതായും ജമ്മു കശ്മീർ പോലീസ് IG സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ അത് ആരൊക്കെ എന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയത്തിനകം മാത്രമേ നൽകൂ. അത് ഔപചാരികമായി ഇവരുടെ കൈവശമുള്ള ID കാർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ച് അതിനുശേഷം പോലീസിന്റേതടക്കമുള്ള സ്ഥിരീകരണത്തിന് ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായി ഈ പേരുകൾ സ്ഥിരീകരിക്കുക. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ ഭീകരരെ സഹായിച്ച ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, ഇയാൾ ജെയ്ഷെ ഭീകരനാണ്, ലഷ്കർ ഇ തൊയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇയാളുടെ വീട് ത്രാലിൽ തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രാദേശിക ഭീകരർക്കെതിരായ ജമ്മു കശ്മീർ പോലീസും സുരക്ഷാ സേനയും നടപടി ആരംഭിച്ച ഘട്ടത്തിൽ ആദ്യം തകർത്ത വീട് ആസിഫ് ഷെയ്ഖിന്റേതായിരുന്നു. ഒപ്പം തന്നെ കൂടെയുള്ള മറ്റ് 2 ഭീകരവാദികൾ, അവർ 2 പേരും ത്രാൽ സ്വദേശികളാണ്. യാവർ അഹമ്മദ് ഭട്ട്, അമീർ നാസർ വാണി എന്നിവരാണ് ഇന്ന് വധിച്ച മറ്റ് 2 ഭീകരർ. ഇവർ ഈ വനമേഖലയോട് ചേർന്നുള്ള ഒരു വീട്ടിൽ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി തന്നെ ഇവിടെ സേനാവിന്യാസം പൂർത്തിയാക്കുകയും ഓപ്പറേഷൻ ആരംഭിക്കുകയുമായിരുന്നു. ഈ ഓപ്പറേഷനിടെ ഭീകരവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വലിയ തോതിലുള്ള ആയുധശേഖരം, അത്യാധുനിക തോക്കുകൾ ഉൾപ്പെടെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മണിക്കൂറുകളോളം നമുക്ക് ഈ പ്രദേശത്ത് വെടിയൊച്ചകളും വൻ സ്ഫോടന ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് ഈ ഭീകരർ ഒളിച്ചിരുന്ന വീട് പൂർണ്ണമായും നിരീക്ഷിച്ച ശേഷമാണ് ഇവരുടെ നീക്കങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞാണ് സുരക്ഷാ സേന പിന്നീട് തുടർ നീക്കങ്ങൾ നടത്തിയത്. ഈ ഭീകരവാദികളെ വധിക്കാൻ കഴിഞ്ഞത്. കൂടുതൽ സൈനികരെ പ്രദേശത്തെത്തിച്ചു. ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന വീട് അത് അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി ആ മേഖല ഒരു വശം തകർക്കുന്നതിനായി JCB ഉൾപ്പെടെ കൊണ്ടുവന്നു. കൂടുതൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവരുടെ ഇരിക്കുന്ന വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്ത ശേഷമാണ് ഈ ഭീകരവാദികളെ വധിക്കാൻ കഴിഞ്ഞത് എന്നാണ്
എന്നാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത സുരക്ഷാ സേന ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ വിജയം തന്നെയാണ് സുരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെയാണ് 6 ഭീകരവാദികളെ ഈ മേഖലയിൽ തന്നെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ ഭീകരവാദികളുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നുള്ള സ്ഥിരീകരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 14 ഭീകരവാദികളുടെ പ്രാദേശിക ഭീകരവാദികളുടെ പട്ടിക ജമ്മുകശ്മീർ പോലീസ് പുറത്തിറക്കിയിരുന്നു. അതിൽ ഉൾപ്പെട്ട 3 ഭീകരവാദികളാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഒപ്പം തന്നെ ചൊവ്വാഴ്ച നടന്ന ഏറ്റുമുട്ടൽ, ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടൽ, അതിൽ ഒരു ഭീകരവാദി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. 14 പേരിൽ 4 പേരെ ഇതിനകം തന്നെ വധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പ്രാദേശിക ഭീകരർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് താമസം, യാത്ര, കൂടാതെ അവർക്ക് ഈ സ്ഥലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകിയ ഭീകരരാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആസിഫ് ഷെയ്ഖ് ഈ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ വിദഗ്ധനാണ് എന്നാണ് സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം. ഇയാൾ ഈ മറ്റ് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി എത്തിയ ഭീകരർക്ക് ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കുകയും അതിലേക്ക് പോകാനുള്ള വഴി, ആ പ്രദേശത്തിന്റെ ഭൗമഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും കൂടാതെ ഭീകരാക്രമണത്തിന്റെ പദ്ധതി ആസൂത്രണത്തിലും വിദഗ്ധനാണ് ആസിഫ് ഷെയ്ഖ് എന്നാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരത്തിൽ ഒരു ഭീകരനെയാണ് സുരക്ഷാ സേനയ്ക്ക് ഏറ്റുമുട്ടലിലൂടെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടം തന്നെയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള തുടർ നടപടികൾ ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സുരക്ഷാ സേനയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ മേഖലയിൽ തെക്കൻ കശ്മീരിലെ ഈ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം, പ്രാദേശിക ഭീകരരുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെയുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് ഓപ്പറേഷൻ സജീവമായി. ത്രാലിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി ഏറ്റവും ഒടുവിൽ ഉള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെ, അതായത് പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ച, അതിന്റെ ആസൂത്രണത്തിൽ പങ്കെടുത്തു എന്ന് സംശയിക്കുന്ന ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ജയ്ഷെ ഭീകരരെ സേന വധിച്ചിരുന്നു. അതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ആ സംഭവ സ്ഥലത്ത് നിന്ന്, ത്രാലിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ. ആ സമയത്ത് സേനയുടെ ഡ്രോൺ ദൃശ്യങ്ങളാണ്. ഈ 3 ഭീകരരിൽ അവർക്ക് ആ സമയത്ത് അവർ വെടിയേറ്റു വീണു. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ്. ഇതിൽ ഒരാളാണ് ആസിഫ് ഷെയ്ഖ്. ഇയാൾ പഹൽഗാമിലെ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ചു. തന്നെയുമല്ല, ഇയാൾക്ക് അതിൽ ആസൂത്രണത്തിലും പങ്കുണ്ട് എന്ന് സേന സംശയിക്കുന്നുണ്ട്. വളരെ സുപ്രധാന നേട്ടമാണ് ഈ ഓപ്പറേഷനിലൂടെ സേന അവിടെ നേടിയിരിക്കുന്നത്. 14 പ്രാദേശിക ഭീകരരുടെ പട്ടികയാണ് ഇതിനോടകം സേന തയ്യാറാക്കിയിരിക്കുന്നത്. അതിലുള്ള ഭീകരരെയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി നേരിടുകയും അവരെ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ത്രാലിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളായ TRFനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്താൻ നീക്കം ശക്തമാക്കി ഇന്ത്യ. പ്രത്യേക സംഘം ഇന്ന് UN ആസ്ഥാനത്തെത്തി തെളിവുകൾ കൈമാറും. സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തയച്ചിരുന്നു. അതിന് നയതന്ത്ര മറുപടി രാജ്യം ഉടൻ നൽകും. പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായി എന്ന വാർത്തകൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തള്ളി. ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യ നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ആക്രമണത്തെ അപലപിച്ച് UN സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സംഘടനയുടെ പേര് ഒഴിവാക്കിയിരുന്നു. പാകിസ്ഥാന്റെയും ചൈനയുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് നടപടി. ഇതിന് പിന്നാലെയാണ് തെളിവുകൾ സഹിതം പ്രത്യേക സംഘം UN ആസ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഉപരോധ കമ്മിറ്റിയെ കാണുന്ന സംഘം തീവ്രവാദ വിരുദ്ധ കമ്മിറ്റിയുടെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കും. അതിനിടെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ വകുപ്പ് ഇന്ത്യക്ക് കത്തയച്ചു. കരാർ പ്രകാരമുള്ള നദികളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചത്. ഇതിന് ഇന്ത്യ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ചോരയും വെള്ളവും ഒരുമിച്ചൊഴുക്കില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയത്. അതേസമയം പാകിസ്ഥാനിൽ ആണവ ചോർച്ചയില്ലെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചു. ചോർച്ചയുണ്ടെന്ന് സോഷ്യൽ മീഡിയ പ്രചാരണം സംഘടന തള്ളി. ഇന്ത്യൻ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രമായ കിരാന കുന്നുകളിൽ ആണവ ചോർച്ച ഉണ്ടായെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. 24 ഡൽഹി. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷായ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR ദുർബലമെന്ന് ഹൈക്കോടതി. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ ഉത്തരവാദിത്തോടെ പെരുമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഭരണഘടനാ പദവി വഹിക്കുന്നവർ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് നേരത്തെ സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരുന്നു. വിവാദ പരാമർശത്തിൽ വിജയ് ഷായ്ക്കെതിരെ BJP ഇതുവരെ നടപടിയെടുത്തിട്ടില്ല.
ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറാണ് സമിതിയുടെ ചെയർപേഴ്സൺ. അതേസമയം സമിതിയിൽ വിശ്വാസമില്ല എന്നാണ് സമരക്കാരുടെ പ്രതികരണം. ഓണററി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശമാർ തുടരുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് പഠിക്കാൻ 5-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് സമിതി രൂപീകരിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സണും ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ സുഭാഷ് കൺവീനറുമായാണ് സമിതി. ആശമാരുടെ നിയമനം, യോഗ്യത, ഓണറേറിയം, അവധി തുടങ്ങിയ കാര്യങ്ങൾ സമിതി പഠിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരവും കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്രയും തുടരുകയാണ്. ഇത് കോടതിയിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ അവർ പാലിച്ചിട്ടില്ല. വെറുതെ ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള നടപടികളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഉന്നതതല സമിതി റിപ്പോർട്ടിൽ നടപ്പാക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയും മറ്റ് ശുപാർശകൾ കേന്ദ്രത്തെ അറിയിക്കാനുമാണ് തീരുമാനം. 24 തിരുവനന്തപുരം. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.